ഇപ്പോൾ ഈ തറവാട്ടുമുറ്റത്ത് 5 ആനകളാണ് ഇത്തരത്തിൽ നിൽക്കുന്നത്. കൊല്ലത്തെ പ്രമുഖ ആനവ്യാപാരിയായ ആതിര രവിയുടെ വിനോദ്, കാർത്തിക് എന്നീ ആനകളും, മൂടയിൽ അമ്പലത്തിൻ്റെ വക ആന മൂടയിൽ ഹരികൃഷ്ണനും പ്രമുഖ തടി വ്യാപാരിയും ആനപ്രേമിയുമായ വഴിപാടി റിബുവിൻ്റെ ശേഖരൻ, മണികണ്ഠൻ എന്നീ ആനകളുമാണ് ഇപ്പോൾ ഈ ഗൃഹാങ്കണത്തിൽ ഇങ്ങനെ ഒത്തിണക്കത്തോടെ നിൽക്കുന്നത്. റിബുവിൻ്റെ ആനകളായ ശേഖരനെയും മണികണ്ഠനെയും നമ്മൾ E4 എലിഫൻറ്റിൻ്റെ അരങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആനകൾക്കൊപ്പം ആനച്ചമയങ്ങളും ഇവർ എഴുന്നള്ളത്തുകൾക്ക് നൽകി വരുന്നു. ഒരു ഉത്സവകാലം മുഴുവൻ ഇവിടെ ഇങ്ങനെ കഴിയുന്ന ഗജവീരന്മാർക്ക് ഈ ഇടത്താവളം ഒരിക്കലും മറക്കാനാവില്ല. സ്വന്തം വീട് പോലെ തോന്നിക്കുന്ന സാഹചര്യമാണ് ചുറ്റിലും. ഉത്സവകാലം കഴിയുന്നതോടെ മിക്കവാറും ആനകൾക്ക് മദപ്പാട് കാലം തുടങ്ങും. മദപ്പാട് കാലത്ത് ആനകളെ ഒഴിവാക്കി വിടുന്ന പതിവ് ഈ ആനസ്നേഹിക്കും മകനുമില്ല. ഈ വിശാലമായ പറമ്പിൽ തന്നെ അവയെ കെട്ടും. കോളിനനുസരിച്ചുള്ള ചികിത്സകൾ നൽകും. ആനകളുടെ പരിചരണ കാര്യത്തിൽ മുതുകുള ഉണ്ണിത്താന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആധുനിക ചികിത്സാ രീതികളെക്കാളും ആനയെ അറിഞ്ഞ് ചികിത്സിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ആനകളെ പ്രധാനമായും ബാധിക്കുന്ന എരണ്ടക്കെട്ട് അഥവാ മലബന്ധം, പാദരോഗങ്ങൾ എന്നിങ്ങനെ എല്ലാത്തരം അസുഖങ്ങൾക്കും മുതുകുള ഉണ്ണിത്താൻ്റെ കൈവശം ചികിത്സയുണ്ട്. ഇപ്പോൾ ഒരു ഈ നാട്ടാന പരിപാലന ഇതിൽ ഇപ്പോൾ വളരെ ചൂടേറിയ ഒരു ചർച്ച നടക്കുകയാണ്. കാര്യം ആന എന്നുള്ളത് പൊതുവെ സസ്യബുക്കാണ്. കാര്യം മാംസബുക്കുകൾക്ക് ഈ കോമ്പല്ലുകളുണ്ട്. ആന സസ്യബുക്കാണ്. പക്ഷേ ഈ നാട്ടാനകൾക്ക് ഈ പാദരോഗത്തിന് താറാവ് കൊടുക്കാറുണ്ട്. പിന്നെ ശരിക്കും ഈ ശരീരപുഷ്ടിക്ക് ആടടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് പല ഈ വൈദ്യന്മാരും ഈ ഇത്തരം മാംസ ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ചവനപ്രാശം തുടങ്ങിയ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അനുഭവസ്ഥ കൊടുത്തുകൂടാന്ന് ആരും പറയുന്നില്ല. ഇങ്ങനൊരു പഴയ കാലത്തെ ഒരു സങ്കല്പം അത് പറഞ്ഞ മനസ്സിലായി. പക്ഷെ മാതങ്കലിയിലൊക്കെ മാംസത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതല്ലേ പറഞ്ഞത്. അത് പഴയ കാലത്തെ ഒരു നമ്മുടെ ഒരു നാട്ടുനടപ്പ് ബ്രാഹ്മണർ മാംസം കഴിക്കാറില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് കഴിക്കേണ്ടി വന്നാൽ കഴിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ആനകൾക്ക് ശരീരപുഷ്ടിക്കും വളർച്ചയ്ക്കും വേണ്ടിയത് ഇപ്പം ഈ ആനയാണെങ്കിലോ ആ ആനയാണെങ്കിലും ഇതിനെ രണ്ടിനെയും വിട്ടേച്ച് പറയുക. അതിന് ശരിക്കും ഈ ആനയെ സംബന്ധിച്ച് ഇപ്പൊ കൊമ്പിന് ഇതുണ്ട്. ഞാൻ ഇന്നലെ പറയുകയും ചെയ്തു. ശരിക്കും ഈ മീനെണ്ണ കൊടുക്കുന്ന എണ്ണ കൊടുക്കണ്ട, ഗുളിക കൊടുക്കാറില്ല. ഇതിനെ രണ്ടിനെയും ഇപ്പോൾ കാര്യമായി അതിനു വേണ്ടി മാംസം കൊടുത്ത് രക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരു 9-10 അടി വരെ വളരും. അല്ലെങ്കിൽ ഈ രണ്ടാനയെ ഒരു 9 അടിക്കകത്ത് കാലഘട്ടത്ത് മാംസം കൊടുക്കണം. അതിന് ആദ്യം കൊടുക്കേണ്ടത് കോഴിയാണ്. ഈ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ കൂപ്പിൽ പണിയുന്ന ആനയ്ക്ക് കള്ളും മലപ്പൊടിയും ആദ്യം സുഖശീലത്തേക്ക് ആദ്യം കൊടുക്കേണ്ടത് കള്ളും, ചെത്തിയെടുത്ത കള്ളും നെല്ല് വറുത്തിടിച്ച് 5 ദിവസം കൊടുക്കണം. അതിലാണ് തുടക്കം. ചികിത്സ തുടക്കം അതിലാണ്. അത് കൂപ്പി പണിയുന്ന ആനയ്ക്കാണെങ്കിലും അല്ലാത്ത ആനയ്ക്കാണെങ്കിലും അത് കൊടുക്കുന്ന ഏറ്റവും നല്ലത് ചികിത്സ തുടങ്ങുമ്പോൾ. പിന്നെ ഇതിനൊക്കെ ഈ കൊച്ചാനകൾക്കെല്ലാം മറ്റേ നല്ലതാണ്. പിന്നെ ആട് കൊടുക്കുന്നത് മദപ്പാടിന് ശേഷമേ കൊടുക്കും. അതും കറുത്ത ആട് കൊടുത്താൽ ആന 2 ആട് കൊടുത്തതിന് തുല്യമാണ്. കറുത്ത മുട്ടനെ ഇടിച്ചു കൊടുത്താൽ അതല്ലേ പറഞ്ഞേ, മദപ്പാടിന് ശേഷമേ കൊടുക്കാവൂ. മറ്റേത് നമുക്ക് വെക്കുന്നത് കോഴിയാണ് ഏറ്റവും നല്ലത്. കൂവി തുടങ്ങുന്നതിന് കൂവാൻ തുടങ്ങുന്ന പരുവത്തിനും മുട്ടയിടാൻ തുടങ്ങുന്ന പരുവത്തിനുള്ള കോഴിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളൂ. കോഴിയെന്നല്ല പറഞ്ഞിട്ടുള്ളത്. പലരും പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോയ ആനകളെ മരണക്കയത്തിൽ നിന്ന് ഉയർത്തിയെടുത്തിട്ടുണ്ട് ഇദ്ദേഹം. മുതുകുളം ഉണ്ണിത്താൻ്റെ ഓർമ്മയിൽ മങ്ങാതെയും മറയാതെയും നിൽക്കുന്ന അനേകം കൊമ്പന്മാരുണ്ട്. ആനയെ അറിഞ്ഞു കയറുന്നവരാണ് ഇന്ന് അധികവും എന്ന് ഈ പഴയ ആനസ്നേഹി പറയുമ്പോൾ
ആനയെ അറിയുന്നവർ കുറയുന്നു എന്ന സത്യം നമ്മൾ സ്വീകരിച്ചേ മതിയാകും. ആനയുടെ ഉടലിലെ 48 മർമ്മങ്ങളും അറിയുന്ന ഈ കാരണവർക്ക് അറിവുകൾ പകർന്നു നൽകുവാൻ സന്തോഷമേ ഉള്ളൂ. ഈ ആനവിശാരദൻ്റെ മുന്നിൽ നിന്നും അറിവ് നേടിയ നിരവധി ആനപ്പാപ്പാന്മാർ ഇന്ന് വിവിധ ദേവസ്വങ്ങളിലും അമ്പലങ്ങളിലും പണിയെടുക്കുന്നുണ്ട്. വർഷങ്ങളായി ഈ തറവാട്ടിൽ കെട്ടുന്ന ആനകളെ പരിചരിക്കുവാൻ നിൽക്കുന്ന പാപ്പാന്മാരുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏത് ആനയെയും അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ സഹിതം വായിച്ചെടുത്ത് വിലയിരുത്തുവാൻ കഴിയുന്നവർ വരും കാലത്ത് കുറയും. അതുകൊണ്ട് തന്നെ ഇത്തരം അറിവുള്ളവരെ നന്നായി പ്രയോജനപ്പെടുത്തേണ്ടത് പുതിയ തലമുറയുടെ കടമ കൂടിയാണ്. മകനോടൊപ്പം കൃഷ്ണൻ ഉണ്ണിത്താൻ ഇപ്പോഴും ആനക്കാര്യങ്ങളിൽ സജീവമാണ്. ആനയെ കാണുമ്പോൾ പ്രായം മറന്നുപോകുന്ന ഈ വലിയ ആനപ്രേമിക്ക് E4 എലിഫൻ്റ് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.